2024 പല വമ്പൻ ചിത്രങ്ങളും വന്ന് തിയേറ്ററുകളിൽ മഹാവിജയം കൈവരിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയർന്ന ഒരു ചോദ്യമാണ് മലയാളത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എവിടെയെന്ന്. അതിനന്ന് ഉത്തരമായി കുറെ ആൾക്കാർ പറഞ്ഞത് കാൻസ് ഫെസ്റ്റിവലിലാണ് മലയാളത്തിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്നാണ്. സംസാരിക്കുന്നത് പായൽ കപാടിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രത്തിനെ പറ്റിയാണ്. ചിത്രം ഇപ്പോൾ തിയേറ്ററിൽ റിലീസായതിന് പിന്നാലെ അതിലെ കേന്ദ്ര കഥാപാത്രമായ ദിവ്യപ്രഭയെ പറ്റിയുള്ള അടക്കം പറച്ചിലുകളാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത്. എന്താണ് ഫൈസൽ ഇതിനെ പറ്റി പറയാനായിട്ടുള്ളത്? ഈ അടക്കം പറച്ചിലെന്ന് പറഞ്ഞല്ലോ, ഈ അടക്കം പറച്ചില് അടക്കം പറയാനും മാത്രം അതിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലെന്നാണ് എനിക്ക് സിനിമ പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. സിനിമയെ പറ്റി ആഴത്തിൽ പഠിക്കുന്ന ആളുകൾക്ക് ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു വിമർശനാത്മകമായി പഠിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കണ്ടപ്പോൾ. പിന്നെ ആ കഥാപശ്ചാത്തലവും ആ സ്ത്രീ കഥാപാത്രങ്ങളെ, അതിലിപ്പോൾ 3 സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്, ആ സ്ത്രീ കഥാപാത്രങ്ങൾ പെർഫോം ചെയ്തിരിക്കുന്ന പാറ്റേണും അവരുടെ ഒരു കഥാസന്ദർഭങ്ങളും ചുറ്റുപാടും ഒക്കെ കാണുമ്പം പത്മരാജന്റെ പഴയ സിനിമകളിലെ സ്ത്രീ കഥാപാത്രങ്ങൾ വീണ്ടും പുനർജനിച്ചതുപോലെ ഉള്ളൊരു ഫീലാണ് എനിക്ക് പേഴ്സണലി കണ്ടപ്പോൾ തോന്നിയത്. പിന്നെ അതിൽ ഇപ്പൊ ഈ കോൺട്രവേഴ്സി നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അതിന് മാത്രമുള്ള രംഗങ്ങളൊന്നും അതിലില്ല. തിരക്കഥ ആവശ്യപ്പെടുന്ന രീതിയിൽ അങ്ങനെ ഒരു ന്യൂഡ് രംഗം അത് ഭയങ്കര സ്വാഭാവികമായിട്ടാണ് കാണിക്കുന്നത്. അതിലൊരു ഏച്ചുകെട്ടലോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുമല്ല, ഹൃദു ഹാറൂണും ദിവ്യപ്രഭയും തമ്മിലുള്ള ഇന്റിമേറ്റ് രംഗങ്ങളിൽ ദിവ്യപ്രഭയുടെ ഒരു ബോഡി, അതായത് ഇപ്പം എന്താ പറയാ, ദിവ്യപ്രഭയുടെ ഒരു ബോഡി കാണിക്കുന്നതിനേക്കാളും വേറൊരു എസ്തറ്റിക് എലമെന്റിൽ ഹൃദു ഹാറൂണിന്റെ ഒരു ഫിസിക്ക് അതിൽ കാണിക്കുന്നുണ്ട്. അത് ഭയങ്കര ഒരു ഡിഫറെന്റ്, കഥ ആവശ്യപ്പെടുന്നതാണത്. അപ്പൊ അതിനനുസരിച്ചാണ് അത് മുന്നോട്ട് പോകും. അതൊരു കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണെന്ന് എനിക്ക് തോന്നിയില്ല. അല്ലെങ്കിലും പലപ്പോഴും നമുക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ, ഇത്തരം ചർച്ചകളിൽ ഏറ്റവും കൂടുതൽ സ്ത്രീകളെയാണ് വലിച്ചഴക്കുന്നത്. സ്ത്രീകളുടെ ശരീരത്തിന് എന്തോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കിനും ഭയങ്കര സെക്ഷുവലൈസ് ചെയ്യുന്നുണ്ട്. അതിനെ ഒരു മനുഷ്യ ശരീരമായിട്ടല്ലാതെ ഒരു പ്രത്യേകതരം കണ്ണുകളിലൂടെ ആളുകൾ കാണുന്നു. അത് ശരിയാണെന്ന് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. അത് ആൾക്കാരുടെ കാഴ്ചപ്പാടുകളുടെ പ്രശ്നമായിരിക്കാം. പലർക്കും പല രീതിയിലുള്ള കാഴ്ചപ്പാടുകളാണ്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള കാഴ്ചപ്പാടുകൾ മാറേണ്ട സമയം കഴിഞ്ഞു. ഒരു കാര്യം എടുത്തു പറയേണ്ടത്, ഈ പറഞ്ഞ കോൺട്രവേഴ്സീസ് ഒക്കെ ദിവ്യപ്രഭ എക്സ്പെക്ട് ചെയ്തെന്ന് പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ അവാർഡ് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള വിവാദങ്ങൾ വരുമെന്ന് പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ട്. അതില് ദിവ്യപ്രഭയ്ക്ക് വിഷമമില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. അത്തരത്തിലൊരു നടി ചിന്തിക്കേണ്ട സാഹചര്യം തന്നെ ഇന്ത്യൻ സിനിമയിലെ ഉണ്ടാകുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ചർച്ചകൾ വരുമ്പോഴത്തേക്കിനും അതിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുമ്പോഴത്തേക്കിനും ആളുകൾ പറയുന്നത്, ഇത് കാണിച്ചിട്ടല്ലേ ഞങ്ങൾ പറയുന്നത്, ഇത് കാണിക്കാനായിട്ട് എന്തിനാ നിൽക്കുന്നത്, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പം തന്മാത്രയില് മോഹൻലാലിന്റെ ഇത്തരം ഒരു രംഗം വരുമ്പോഴും, അല്ലെങ്കിൽ കുട്ടിസ്രാങ്കിനകത്ത് മമ്മൂക്കയുടെ ഒരു രംഗം വരുന്നത്, ഇതിനെ പറ്റിയൊന്നും നടന്മാരുടെ കേസിൽ പറയുന്നില്ല. അതെന്തുകൊണ്ടാണ്? സ്ത്രീകളെ മാത്രം, അല്ലെങ്കിൽ അഭിനേത്രികളെ മാത്രം ഇതിലേക്ക്, പ്രത്യേകിച്ച് മലയാള സിനിമയിലാകുമ്പോൾ അതിന് കുറച്ചും കൂടി സംസാരിക്കുന്നുണ്ട് ആളുകൾ ഇങ്ങനത്തെ ചൂടൻ വിഷയങ്ങളാക്കിയിട്ട്. അത് സ്ത്രീകൾ അങ്ങനെ വരുമ്പോഴത്തേക്കും സ്ത്രീകൾ ഇന്ന രീതിയിൽ പെർഫോം ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇന്ന ഒരു പരിധിയിൽ നിന്നുകൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉള്ളൊരു കാഴ്ചപ്പാടുള്ളത് കൊണ്ടായിരിക്കാം സ്ത്രീകൾ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു സംഭവം കേന്ദ്രീകരിക്കുന്നത്, അങ്ങനെ ഒരു കാഴ്ചപ്പാടിലേക്ക് ആൾക്കാർ പോകുന്നത്. എനിക്ക് തോന്നുന്നത് കാഴ്ചപ്പാടിന്റെയും ഈ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ ഒക്കെ പ്രശ്നമായിരിക്കാം. പിന്നെ ഇപ്പം ലോക സിനിമകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും അവര്, ഉദാഹരണം പറയാൻ ഗാസ്പറിനോട് ഒരു ലവ് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട്. അതിൽ തുടങ്ങുമ്പോൾ തന്നെ എന്താ, ഒരു ആ 2 വ്യക്തികൾ തമ്മിലുള്ള ഒരു സ്വകാര്യ നിമിഷത്തിലൂടെയാണ് ചിത്രം തുടങ്ങുന്നത്. അത് അതേപോലെ പകർത്തുക എന്നുള്ളതാണ് ഒരു ഫിലിം മേക്കറിന്റെ ഒരു കഴിവെന്ന് പറയുന്നത്. അത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ അത് നേരെ മറിച്ച് ഇപ്പം ഒരു മലയാളി ചുറ്റുപാടിലാണ് അങ്ങനെ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ അതൊരു ഒരു പോണായി മാറുന്ന രീതിയിൽ മലയാളികൾ അതിനെ ചിത്രീകരിക്കും. ഇപ്പൊ അതിലൊരു മലയാളി നടനോ അല്ലെങ്കിൽ ഒരു മലയാളി നടിയോ അഭിനയിച്ചിരുന്നെങ്കിൽ വലിയ വലിയ വിവാദങ്ങൾ ഉണ്ടാവാം. അത് ചിലപ്പോൾ ഒരു ഹോളിവുഡ് ചിത്രമായതുകൊണ്ടായിരിക്കാം അത്
അത്ര വിവാദങ്ങൾ വരാതെ പോയത്. അത് പറഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാൻ ഫേസ്ബുക്കിൽ ഇതിനെപ്പറ്റി വളരെ രസകരമായിട്ട് കണ്ടതാണ്. ഈ ഇതുപോലെ ഫോറിൻ മൂവീസ് അല്ലെങ്കിൽ സീരീസ് ആണ് ഇപ്പം നമ്മുടെ ഗെയിം ഓഫ് ത്രോൺസ് പോലത്തെയുള്ള സിനിമകൾ മലയാളത്തിലാണ് എടുത്തിരുന്നെങ്കിൽ അതിന്റെ സംവിധായകൻ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്യേണ്ട അവസ്ഥ വന്നേനെ എന്നുള്ളൊരു സംഭവം കണ്ടു. ഇതിനെപ്പറ്റിയൊക്കെ വളരെ കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾക്ക് എന്താണ് പറയുന്നത് എന്നുള്ളതിനെ പറ്റി ഒരു ഗ്രാഹ്യമില്ലാത്തത് പോലെയാണ്. അതിനെപ്പറ്റി ആരെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരും മോശക്കാരാണ്. അതായത് ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നഗ്നത കാണിക്കുന്നതായിട്ട് മാറുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പേഴ്സണലി. അതായത് മറ്റ് സിനിമകളിൽ അല്ലെങ്കിൽ പഴയ സിനിമകളിലും ഇത്തരം രംഗങ്ങൾ ഉണ്ടായിരുന്നു. അത് എഴുത്തുകാരൻ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ സംവിധായകൻ പറയുന്നതിന്റെ ആ ഒരു ലെവലിലേക്ക് അഭിനയിക്കുക എന്നുള്ളതാണ് ആർട്ടിസ്റ്റുകൾ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ? അതേ സമയത്ത് തന്നെ നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ ഉള്ള ഒരു കാര്യമാണ് ഐറ്റം ഡാൻസ് എന്ന് പറയുന്നത്. ഐറ്റം ഡാൻസ് ഇല്ലാത്ത സിനിമകൾ ഇപ്പൊ കൊമേഴ്ഷ്യൽ സിനിമകളിൽ ഏറ്റവും കൂടുതൽ ഐറ്റം ഡാൻസുകളുണ്ട്. അത് കാണുന്ന ആളുകൾ ഇതിനെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നാണ് മനസ്സിലാവാത്തത്. നേരത്തെ പറഞ്ഞ പോലെ ഈ ആൾക്കാരുടെ ഒരു കാഴ്ചപ്പാടിനെ ഒരു മാറി ചിന്തിക്കുന്നില്ല. സിനിമകള് ഒരു പർട്ടിക്കുലർ ഒരു വിഭാഗം ആൾക്കാർ മാത്രമേ ഉള്ളൂ. എല്ലാവരെയും അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു വിഭാഗം ആൾക്കാർ ഇതിന് ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടും പേര് നടക്കുന്നവരാണ് പ്രധാനമായിട്ട് ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാർ. അപ്പൊ അവര് ലോക സിനിമകൾ കാണാത്തതിന്റെ പ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിന്റെ ഒരു എസ്തറ്റിക് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആളുകളായിരിക്കാം. അതുകൊണ്ടായിരിക്കും അവർ ഇങ്ങനെയുള്ള കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ യുവാക്കളുടെ ഇടയിൽ നോക്കിയാലും ക്ലിപ്പ് കിട്ടുമോ മറ്റത് കിട്ടുമോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നതിന്റെ പ്രശ്നം അതാണ്. ഇവരത് നേരായ രീതിയിൽ ചിന്തിക്കുന്നില്ല, അവര് അപ്ഡേറ്റ് ആവുന്നില്ല. ലോക സിനിമകൾ കണ്ട് അങ്ങനത്തെ സിനിമകൾ ഇവിടെയും വരണമെന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നില്ല. ഇപ്പം ന്യൂഡിറ്റി കാണിക്കുന്നത് ഇപ്പൊ തിരക്കഥയിൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും തിരക്കഥ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് കാണിക്കാം. അതിലൊരു ശരീരത്തിന്റെ ഒരു ഭാഗമാണത്. നമ്മളതിനെ എന്താണ് നമ്മുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് പറയുന്നതിന് അർത്ഥമല്ല. സിനിമ മാറിയേ പറ്റുള്ളൂ സിനിമ. അതേപോലെ തന്നെ ഈ അവാർഡ് സിനിമകളിൽ ഇത്തരം രംഗങ്ങൾ വേണ്ടാന്നൊരു ചർച്ച വന്നിരുന്നു. അവാർഡ് സിനിമകൾ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സിനിമകൾ എന്ന് പറഞ്ഞിട്ട് ഇതിനെ എന്തുകൊണ്ടാണ് അങ്ങനെ ഡിവൈഡ് ചെയ്ത് കാണുന്നത്? അത്തരം രംഗങ്ങൾ അങ്ങനത്തെ സിനിമകളിൽ മാത്രമേ കാണാവുള്ളൂ എന്ന് പറയുന്നതിന്റെ അതിശോക്തി എന്താണ്? കൊമേഴ്ഷ്യൽ സിനിമകൾ അവാർഡ് സിനിമ എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഈ ഇന്ത്യയിൽ മാത്രമാണ് ഈ കൊമേഴ്ഷ്യൽ സിനിമേനെയും അവാർഡ് സിനിമ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് സിനിമ കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ട് എടുത്ത കൊമേഴ്ഷ്യൽ സിനിമകളുണ്ട്. ഇപ്പൊ അവാർഡ് സിനിമ എന്ന് പറയുമ്പോൾ ജോജി എടുത്തു നോക്കാം. ജോജി എന്ന് പറയുന്ന സിനിമ വളരെ സ്ലോ പേസിൽ പോകുന്ന ഒരു സിനിമയാണ്. പക്ഷെ അത് നമുക്കൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ എലമെന്റിലോട്ട് ചേർക്കാൻ പറ്റുന്ന ഒരു സിനിമയുമാണ്. ഇത് നമുക്കിപ്പം മഞ്ഞുമൽ ബോയ്സ് കൊമേഴ്ഷ്യൽ സിനിമയാണ്. അതൊരു നല്ലൊരു ആർട്ട് ഫോമാണ്. ഇപ്പം മഹേഷിന്റെ പ്രതികാരം ഇത് ഒരു ആർട്ട് ഫിലിമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു കൊമേഴ്ഷ്യൽ എലമെന്റ്സ് ഉണ്ട്, എന്നിരുന്നാലും അതിന്റെ രണ്ടിന്റെയും ഒരു എന്തിനാണ് അതിനെ വേർതിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൊമേഴ്ഷ്യൽ ആണെങ്കിലും ആർട്ട് സിനിമയാണെങ്കിലും എന്താണോ അതിൽ ആൾക്കാർക്ക് എന്താണോ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത്, അതോ ആ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സംഭവം അതിനകത്തുണ്ടെങ്കിൽ അത് കൊമേഴ്ഷ്യലി സക്സസ് ആവാം. അതിപ്പോ ആർട്ട് സിനിമയാണെങ്കിലും അവാർഡ് സിനിമയാണെങ്കിലും ഏത് സിനിമയാണെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും വിജയിക്കും. അതിൽ ആർട്ട് സിനിമയെന്നോ കൊമേഴ്ഷ്യൽ സിനിമയെന്നുള്ള ഒരു വേർതിരിവ് കാണേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. പിന്നെ വേറൊരു കാര്യം ഇതിൽ പ്രധാനമായിട്ടും വന്നതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫെമിനിസ്റ്റുകളാണ് ഇത്തരത്തിലുള്ള സിനിമകൾ മുന്നോട്ട് ഇങ്ങനത്തെ സീനുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് പശ്ചാത്തലത്തിൽ വരുന്ന സിനിമകളാണ് ഇത്തരം ഒരു ചുറ്റുപാടിൽ നിന്ന് കാണുന്നത് എന്നൊക്കെയുള്ള ഒരു വാഗ്വാദങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നു. അപ്പം അങ്ങനെയൊക്കെ സിനിമകളെ ബേസ് ചെയ്ത് നമുക്ക് സംസാരിക്കാനായിട്ട് പറ്റുമോ? പ്രത്യേകിച്ച് ബിരിയാണി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ച താരമാണ് കനി കുസൃതി. കനി കുസൃതി തന്നെ ഇതിലും അഭിനയിക്കുന്നുണ്ട്. അപ്പം ഇത്തരം രംഗങ്ങളിൽ അഭിനയിക്കാൻ താല്പര്യപ്പെടുന്ന അഭിനേത്രി എന്നുള്ള ലേബലിലാണ് കനി കുസൃതിനെ ആളുകൾ ഇപ്പം കാണുന്നത്. എല്ലാവരും എന്നല്ല, ഇതുപോലത്തെ കമന്റുകൾ ചെയ്യുന്ന ആളുകൾ. അപ്പം അത് ഒക്കെ ശരിയായിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. അത്
ബിരിയാണി എന്ന് പറയുന്ന സിനിമ IFFK റിജക്ട് ചെയ്തൊരു സിനിമയാണ്. കുറെ നാൾ കഴിഞ്ഞിട്ട് അതിന് ചലച്ചിത്ര അക്കാദമി സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ഒരു ചിത്രം കൂടിയാണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെ ആ സിനിമയ്ക്കുണ്ട്. അപ്പം ആ ചിത്രം അത് ആവശ്യപ്പെടുന്നുണ്ട്. ഇപ്പം ബിരിയാണിയിൽ പറയുന്നതും ആ ഒരു കഥാപാത്രത്തിന്റെ സെക്സ്വൽ ഡിസയറിനെ കുറിച്ച് ബിരിയാണിയിൽ പറയുന്നുണ്ട്. ഇപ്പം അത് അറ്റ് ദ സെയിം ടൈം ഈ പറയുന്ന ഓൾവേസ് ഇമാജിനസ് ലൈറ്റിലും ഈ പറയുന്ന 3 സ്ത്രീകളുടെ ഒരു സെക്സ്വൽ ഡിസയർ ആണ് പറയുന്നത്. എന്നിരുന്നാലും അവരുടെ ഒരു ജീവിത പശ്ചാത്തലം അത് നമ്മൾ പച്ചയായിട്ട് കാണിക്കുമ്പോഴാണ് അതൊരു ആർട്ടാവുന്നത്. അല്ലെങ്കിൽ അതിലൊരു ഏച്ചുകെട്ടലോ ഒരു അസ്വാഭാവികതയൊക്കെ വരുത്തി കഴിഞ്ഞാൽ അതൊരു ആർട്ടല്ലെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം അത് അങ്ങനെയുള്ള കോൺട്രവേഴ്സീസ് വരുമ്പോൾ ചിന്തിക്കുന്ന രീതികൾ മാറണം. എന്നാലേ ഈ വിമർശിക്കാം, നമുക്ക് സിനിമയുടെ ടെക്നിക്കാലിറ്റിയെ കുറിച്ച് നമുക്ക് വിമർശിക്കാം. പക്ഷെ ഒരു പൊളിറ്റിക്കൽ സാധനത്തിനെടുത്ത് നമ്മൾ ഭയങ്കര സദാചാര കണ്ണിലൂടെ കണ്ടിട്ട് ഒരു കാര്യമില്ല. അത് പറഞ്ഞപ്പോഴത്തേക്കിനാണ് ഈ സിനിമേനെ സെൻസർ ചെയ്തപ്പോൾ പോലും ഈ ഒരു രംഗം സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. അപ്പം സിനിമകളിൽ സെൻസർ ചെയ്യേണ്ട ആവശ്യമുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് എന്താണ് ഒരു ആർട്ട് ഫോമിനകത്ത് ഇത്ര സെൻസർ ചെയ്ത് കളയാനായിട്ട് ഒരാളുടെ അതൊരു എന്താ ഫ്രീഡം ടു പ്രസന്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലാതാക്കുന്ന ഒരു സംഭവമല്ലേ ഈ സെൻസറിങ് എന്ന് പറയുന്നത്. സെൻസർ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ അതൊരു മോശം കാര്യമാണ്. സിനിമ കീറി മുറിക്കുന്ന പോലത്തെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. സെൻസറിന്റെ ആവശ്യമേ ഇല്ല. മറ്റു രാജ്യങ്ങളിലൊന്നും അങ്ങനെ സെൻസർ ഉള്ളതായിട്ട് കാണുന്നില്ല. അവരെല്ലാം അവര് സിനിമ കാണുമ്പോൾ അത് സിനിമ അതിനൊരു ആർട്ടായിട്ട് കാണാനുള്ളൊരു മനസ്ഥിതി അവർക്കുണ്ട്. ഇപ്പൊ ദിവ്യപ്രഭയുടെ കാര്യം തന്നെ എടുത്തു നോക്കാം. ദിവ്യപ്രഭ അതിൽ അഭിനയിച്ചത് കൊണ്ട് ആ നടീനെ ഒരു കൂട്ടം ആൾക്കാർ ഒരു വേറൊരു രീതിയിൽ കാണുന്നുണ്ട്. അവരങ്ങനെ അഭിനയിച്ച ആളാണ് എന്നുള്ള രീതിയിൽ. പക്ഷെ അവരൊരു നടിയാണ്. അവരത് അഭിനയിക്കാൻ വേണ്ടിയിട്ട് അവർക്കതിന് അവരുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ് തിരക്കഥ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് അങ്ങനെ ചെയ്യാന്നുള്ളത്. ഈ ഒരു സംഭവം തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയിലെ മുൻനിര താരങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ അഭിനയത്തിനോടുള്ള ആർത്തിയാന്ന് പറയുന്ന ആളുകളുണ്ട് അല്ലെ. അവരെ കോമഡിയാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്നത്. അതുപോലെ തന്നെ ഈ ദിവ്യപ്രഭേനെ പറ്റി പറയുമ്പോൾ അറിയിപ്പ് എന്ന് പറയുന്ന സിനിമ എടുത്തു പറയേണ്ട ഒന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം മികച്ച ഒരു അഭിനയം മാത്രമല്ല, തിരക്കഥയാണെങ്കിലും അതിലും ഇത് തന്നെയാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഇന്ന് നടക്കുന്ന ഇപ്പൊ നടന്ന സന്ദർഭത്തിനെ പറ്റിയിട്ടാണ് അറിയിപ്പിനകത്തും പറയുന്നത്. ശരിക്കും ഇത് ഒരു നമ്മള് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം എന്ന് പറയുന്നത് പോലെ തന്നെ സിനിമേനെ കീറി മുറിക്കരുത് എന്ന് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുന്നുണ്ടല്ലേ. ദിവ്യപ്രഭ വളരെ ചെറിയ ചെറിയ റോളുകളിലൂടെ നമ്മള് ടേക്ക് ഓഫ് ഒക്കെ സിനിമ കണ്ടിട്ടില്ലേ. ദിവ്യപ്രഭ അതില് ചെറിയ കഥാപാത്രങ്ങളൊക്കെ ചെയ്തു വന്ന ഒരാളാണ്. ഇപ്പം ഒരു കാൻ ഫിലിം ഫെസ്റ്റിവൽ റെഡ് കാർപ്പറ്റിലൊക്കെ നിൽക്കാന്ന് പറയുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അവര് നല്ലൊരു അഭിനേത്രിയായിട്ട് അവര് വന്നിട്ടുണ്ട്. അതൊരു അഭിമാനിക്കാവുന്ന കാര്യമാണ്. അഭിമാനിക്കുന്നതിന് പകരം അവരെ മറ്റേ തേജോവധം ചെയ്യുക എന്നൊക്കെ പറയുന്നത് പോലെയാണ്. അല്ല, ഇതൊക്കെ വിമർശിക്കാൻ ഇവിടെയുള്ള ആൾക്കാർ ആരാണ് എന്നാണ് എനിക്കറിയാൻ മേല. അതുപോലെ തന്നെ മലയാളികൾ ഏറ്റവും കൂടുതൽ അഹങ്കാരത്തോടെ പറയുന്ന ഒരു കാര്യമാണ് ഞങ്ങൾ ആ സിനിമകൾ കാണുന്നുണ്ട്, ഈ സിനിമകൾ കാണുന്നുണ്ട്, ഞങ്ങൾ സിനിമേനെ അങ്ങനെ വിലയിരുത്തുന്ന ആൾക്കാരാണ്. എന്നിട്ടും ഇത്തരം ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഭയങ്കര ഈ ഒരു കാര്യമുണ്ട്. അന്ന് ഈ ആദ്യം പറഞ്ഞ കാര്യം മലയാള സിനിമയിലെ സ്ത്രീകൾ എവിടെ പോയെന്ന് അത് ചോദിച്ചില്ല. അന്ന് സ്ത്രീകളൊന്നും സ്ത്രീ കഥാപാത്രങ്ങളെ ഒന്നും കാണുന്നില്ലല്ലോ സിനിമകളിലൊന്നും. അന്ന് ബ്രഹ്മയുഗം, മഞ്ഞുമൽ ബോയ്സ് ആ ടൈം പീരീഡിലൊക്കെ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് ഉള്ളൊഴുക്ക് ഇറങ്ങിയത്. അപ്പൊ ആ സമയത്താണ് അപ്പൊ സ്ത്രീകൾ കാൻ ഫിലിം ഫെസ്റ്റിവൽ ആണെന്ന് ഭയങ്കരമായിട്ട് ആഘോഷിച്ച് കൊട്ടിഘോഷിച്ച ആൾക്കാർ തന്നെ ഒരു സിനിമയുടെ ചെറിയൊരു രംഗം വന്നപ്പോഴത്തേക്കും പിന്നെ അതിനെ നേരെ തിരിച്ചിട്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ അതേപോലെ തന്നെ സിനിമകളിൽ ഇത്തരം രംഗങ്ങളെ പറ്റി ഇതുപോലെ മോശമായിട്ട് പറയുന്ന ആളുകൾ തന്നെ പല നടിമാരുടെയും ചിത്രങ്ങൾ എടുത്ത് മോർഫ് ചെയ്ത് കണ്ട് രസിക്കുന്ന ഒരു ആളുകളാണ്. അപ്പൊ അത്തരത്തില് അങ്ങനെ രസിക്കുന്ന ആളുകൾ അതിനെ എതിരെയായിട്ട് പല നടിമാരും പരാതികളൊക്കെ സൈബർ സെല്ലിലൊക്കെ കൊടുത്ത് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യുന്ന ആളുകള് ഇത്തരത്തിലൊരു രംഗങ്ങൾ വരുമ്പോഴത്തേക്കിനും എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ മുഴുനീള പോൺ
ചിത്രങ്ങൾ കാണാനായിട്ട് പറ്റുന്ന സാഹചര്യത്തിലാണ് ഇത്തരം രംഗങ്ങളെ പറ്റിയിട്ടുള്ള ചൂട് പിടിക്കുന്ന വാർത്തകളാക്കി ആളുകൾ കൊണ്ടുപോകുന്നത്. എന്താണ് അതിനെ പറ്റിയിട്ട് ഫൈസലിന് തോന്നിയിട്ടുള്ളത്? ലൈംഗിക ദാരിദ്ര്യം തന്നെയാണ് ഒരു കൂട്ടം ആൾക്കാരുടെ. അതെന്താ പറയാ, അത് അവര് സ്വയം മാറേണ്ടതാണ്, അല്ലെങ്കിൽ അവരെ സമൂഹം തിരുത്തും. അങ്ങനെയാണ് സംഭവിച്ചു കാണുന്നത്. ഈ ഒരു വിഷയത്തില് അനാവശ്യമായിട്ടുള്ള ഹൈപ്പ് കൊണ്ടുവന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായിരുന്നില്ല ഇത്. അതിനെയാണ് ഇങ്ങനെ കീറി മുറിച്ച് ഇവര് സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ, അതുപോലെ തന്നെ ആ നടിയുടെ സാമൂഹ്യ മാധ്യമങ്ങൾ നോക്കിയാൽ മതി, എന്ത് വൃത്തികെട്ട രീതിയിലാണ് മലയാളികളുടെ സംസാര ഭാഷ എന്ന് നമുക്ക് മനസ്സിലാവും. ഇത്തരത്തിൽ വലിയ സദാചാരങ്ങളൊക്കെ പറയുന്ന ആളുകളുടെ മുഖംമൂടി കീറി പൊട്ടിക്കുന്ന പോലത്തെ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ ലോക സിനിമയുടെ മുമ്പിൽ ആദ്യം ഉണ്ടായിരുന്നൊരു അഭിമാനം ഉണ്ടല്ലോ, അത് ഈ മലയാളികൾ തന്നെയാണ് അത് തച്ചുടച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇത്തരം ആൾക്കാർ മലയാള സിനിമയ്ക്ക് തന്നെ അപമാനമാണ്. അഭിമാനിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിൽ അവരിങ്ങനെ ഒരു ചെറിയൊരു സംഭവത്തിനെ ഊതിപ്പെരുപ്പിച്ച്, അതിന്റെ ആവശ്യം പോലും ഇല്ല, ഒരു സാധാരണപ്പെട്ട ഒരു സീനിന് ഇങ്ങനെ സദാചാര കണ്ണുകളോടെ കണ്ട് മോശമായിട്ട് കണ്ട് ഒരു ഹൈപ്പ് സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ സിനിമ ഇത് കാണാൻ വേണ്ടി കുറെ ആൾക്കാർ കാണുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇതിന്റെ തിയേറ്ററിൽ കയറിയിട്ട് ഇതിന്റെ വിഷ്വൽസ് എടുത്ത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക. അത്തരം ആൾക്കാരെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അവര് എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? ഒരു സിനിമേനെ ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ആസ്പെക്റ്റിൽ കാണേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നുന്നു. അവര് സിനിമ ആസ്വദിക്കുന്നവരല്ല, ശരിക്കും അവര് സിനിമ നശിപ്പിക്കുന്നവർ തന്നെയാണ്. കൂടാണ്ട് സ്ത്രീകളോടുള്ള ഒരു അസൂയയായിട്ട് വേണമെങ്കിൽ ഇതിനെ കണക്കാക്കാം. കാരണം ഇത്രയും വലിയ നേട്ടങ്ങൾ കൈവരിച്ചു കൊണ്ടുവന്ന് സിനിമ പ്രദർശനത്തിനെത്തുമ്പോൾ ഇതാണോ ചെയ്തത്, ഇത്തരത്തിലൊരു സംഭവത്തിനാണോ ഇങ്ങനെ അവാർഡൊക്കെ കൊടുത്തത്, ഇതുകൊണ്ടായിരിക്കും അവാർഡ് കൊടുത്തത് ജൂറി എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് അല്ലേ. നമ്മുടെ സിനിമ എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യണമല്ലോ. അപ്പൊ അതിലൊരു വിഷയം ചർച്ച ചെയ്യുന്നു, അതിനനുസരിച്ചുള്ള രീതിയിൽ ആ ഫിലിം മേക്കിംഗ്, അതിന്റെ കഥാപാത്രങ്ങളെല്ലാം അതിനനുസരിച്ച് പെർഫോം ചെയ്യുന്നു. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും, വിമർശിക്കുന്നവരുണ്ടാവും. ടെക്നിക്കലി നമുക്ക് വിമർശിക്കാം സിനിമേനെ, പക്ഷെ അതിന്റെ ഒരു പൊളിറ്റിക്കൽ കണ്ടന്റിനെ എടുത്തിട്ട് വിമർശിക്കാൻ പറ്റില്ലെന്നല്ല പറഞ്ഞു വരുന്നത്. മോശമായിട്ടുള്ള രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ അതിനെ വ്യാഖ്യാനിച്ച് പറയുന്നതിൽ ഒരർത്ഥമില്ല എന്ന് തോന്നിയിട്ടുണ്ട്. ദ്വയാർത്ഥം കണ്ടുപിടിക്കരുത്. അത് ഈ ദിവ്യപ്രഭ, അതായത് ഒരു പേഴ്സണലി നമ്മൾ അറ്റാക്ക് ചെയ്യരുത് ഒരാളുടെ. അവര് ചെയ്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയമാണ്, അവരുടെ കഥാപാത്രത്തിന് വേണ്ട അഭിനയം അവര് കൊടുത്തു. അപ്പം അവരെ അതിന് വേണ്ടിയിട്ട് മൊത്തമായിട്ട് വേറൊരു രീതിയിൽ കാണുക, ഒരു പോൺ സ്റ്റാറിന്റെ ഒരു വാല്യൂ ആണ് ഇപ്പം ദിവ്യപ്രഭയ്ക്ക് കൊടുത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത്ര അനാവശ്യമായിട്ടുള്ള കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാക്കിയ ആളുകളോട് എന്താണ് പറയാനായിട്ട് നമുക്കുള്ളത്? ഇപ്പം ഒരു മറുപടി ഉണ്ടോ അവർക്ക്? വ്യക്തമായിട്ടൊരു മറുപടി നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുമോ? അവര് ലോക സിനിമകൾ കാണണം. ലോക സിനിമകൾ കണ്ട് സിനിമയെ നല്ല രീതിയിൽ വിമർശിക്കാൻ കഴിയണം. അല്ലാതെ അതില് ഒരു പ്രത്യേക രംഗം അഭിനയിച്ചു എന്ന് പേരിൽ ഒരാളെ വ്യക്തിഹത്യ ചെയ്യുന്നത് വളരെ മോശം കാര്യമാണ്. അവര് സിനിമ കാണുക എന്നുള്ളതും അവര് മാറി ചിന്തിക്കുക എന്നുള്ളതും മാത്രമേ ഇതിന്റെ പരിഹാര മാർഗമുള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സിനിമ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ലേബല് വെക്കാം. ഇത് കാണാൻ പറ്റാത്തവർ എണീറ്റ് പോവുക. അല്ലാതെ സിനിമകൾ ഇത്തരത്തിലുള്ള രീതിയിൽ നിന്നും മാറി പോകില്ല. അത് എഴുത്തുകാരാണ്, അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. അഭിനേതാക്കളാണ്, അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അവരെന്താണ് ചെയ്യുന്നത് അത് നമ്മൾ കാണുക, ആസ്വദിക്കുക. അതിൽ നിന്ന് നമുക്ക് അറിവ് നേടാൻ സാധിക്കുമെങ്കിൽ അത് നേടുക എന്നുള്ളതാണ്.